28-കാരിയായ പാവം യുവതി എത്രയോ കാലം ആ അമ്മയോടൊപ്പം ഭർത്താവിനോടൊപ്പം ജീവിക്കേണ്ട, സ്വന്തം കുഞ്ഞിനോടൊപ്പം ജീവിക്കേണ്ട ഒരു യുവതിയുടെ ജീവൻ പോലും നഷ്ടപ്പെടുത്തുന്ന രീതിയിലാണ് ഇവിടുത്തെ ഡോക്ടർമാർ പ്രവർത്തിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ ശക്തമായ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. കാരണം ഇത് നടന്ന ഒരു ദിവസം സംഭവമല്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ അന്വേഷിച്ച് കഴിഞ്ഞാൽ ഒരു നിരുത്തരവാദിത്തം ഒരു ഉദ്യോഗസ്ഥ എല്ലാ ഡോക്ടർമാരെയും എല്ലാ ഉദ്യോഗസ്ഥരെയും ഒരു കാരണം നമുക്കെല്ലാവർക്കും അറിയാം, നെയ്യാറ്റിങ്കര ജനറൽ ആശുപത്രി എന്ന് പറയുന്നത് ഇവിടുത്തെ നെയ്യാറ്റിങ്കരയുടെ തീരദേശ മേഖലയിലെയും മലയോര മേഖല ഉൾപ്പെടുന്ന നെയ്യാറ്റിങ്കര താലൂക്കിലെ നിരവധി സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ അഭയം പ്രാപിക്കുന്ന ഒരു ആശുപത്രിയാണ് ജനറൽ ആശുപത്രി. കേരള സർക്കാർ 2016 ജില്ലാ ജനറൽ ആശുപത്രിയെ പ്രഖ്യാപനം നടത്തി. പക്ഷേ ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും അറിയാം, ഒരു ജനറൽ ആശുപത്രിയുടെ എന്തെങ്കിലും ഒരു സംവിധാനം ഒരുക്കാൻ ഇവിടുത്തെ MLAക്കോ ഇവിടുത്തെ അധികൃതർക്കോ സാധിച്ചിട്ടില്ല. കുത്തിവയ്പ്പ് നടത്തിയപ്പോൾ അത് ടെസ്റ്റ് നടത്തിയിട്ടാണ് ചെയ്യേണ്ടത്. അതുപോലും ചെയ്യാതെയാണ് ആ 28-കാരിയായ യുവതിയെ, ആ പാവപ്പെട്ട ഒരു പെൺകുട്ടിയെ മരണത്തിനിടയാക്കിയത്. മൃഗങ്ങളോട് പോലും കാണിക്കാത്ത ക്രൂരതയാണ് ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്. ഇതിവിടുത്തെ MLA ആൻസലൻ മറുപടി പറയണം, ഇവിടുത്തെ ആരോഗ്യമന്ത്രി മറുപടി പറയണം.
എല്ലാവർക്കും അറിയാം. നെയ്യാറ്റിങ്കര ജനറൽ ആശുപത്രി എന്ന് പറയുന്നത് ഇവിടുത്തെ നെയ്യാറ്റിങ്കരയുടെ തീരദേശ മേഖലയിലെയും മലയോര മേഖലയിൽ ഉൾപ്പെടുന്ന നെയ്യാറ്റിങ്കര താലൂക്കിലെ നിരവധി സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ അഭയം പ്രാപിക്കുന്ന ഒരു ആശുപത്രിയാണ് ജനറൽ ആശുപത്രി. കേരള സർക്കാർ 2016 ജില്ലാ ജനറൽ ആശുപത്രിയെ പ്രഖ്യാപനം നടത്തി. പക്ഷേ ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും അറിയാം, ഒരു ജനറൽ ആശുപത്രിയുടെ എന്തെങ്കിലും ഒരു സംവിധാനം ഒരുക്കാൻ ഇവിടുത്തെ MLAക്കോ ഇവിടുത്തെ അധികൃതർക്കോ സാധിച്ചിട്ടില്ല. ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. രോഗികളെ സംരക്ഷിക്കേണ്ട ഉദ്യോഗസ്ഥരല്ല അധികൃതർ ഡോക്ടർമാർ ഇന്ന് ഒരു മരവിപ്പിക്കുന്നതിന് വേണ്ടി കുത്തിവയ്പ്പ് നടത്തിയപ്പോൾ അത് ടെസ്റ്റ് നടത്തിയിട്ടാണ് ചെയ്യേണ്ടത്. അതുപോലും ചെയ്യാതെയാണ് ആ 28-കാരിയായ യുവതിയെ, ആ പാവപ്പെട്ട ഒരു പെൺകുട്ടിയെ മരണത്തിനിടയാക്കിയത്. ഇതിന് തൊട്ടു മുമ്പ് നടന്ന സംഭവങ്ങൾ, കൈക്കുഞ്ഞിനെ പോലും ടേബിളിൽ നിന്ന് മറിഞ്ഞു വീണ് വിരൽ ഒടിയുന്ന സംഭവങ്ങൾ. ഇവിടെ രോഗികൾക്ക് നമുക്കറിയാം, ഇവിടുത്തെ ട്രാൻസ്ഫോമർ അത് പ്രവർത്തിക്കാത്തത് കൊണ്ട് ഇവിടുത്തെ രോഗികൾക്ക് ചികിത്സ ലഭിക്കുന്നില്ല. ഇത്തരത്തിൽ ഈ സർജറി കഴിയുന്ന രോഗിയെ നമുക്കറിയാം, ഈ വെയിലത്തും മഴയത്തിലും കൂടെയാണ് ഈ സഞ്ചരിച്ചുകൊണ്ട് വാർഡുകളിലേക്ക് കടത്തുന്നത്. മൃഗങ്ങളോട് പോലും കാണിക്കാത്ത ക്രൂരതയാണ് ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്. ഇതിവിടുത്തെ MLA ആൻസലൻ മറുപടി പറയണം, ഇവിടുത്തെ ആരോഗ്യമന്ത്രി മറുപടി പറയണം. കേരളം നമ്പർ വൺ ആരോഗ്യരംഗത്ത് കേരളം നമ്പർ 1 ആണെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ഈ നെയ്യാറ്റിങ്കരയുടെ MLA അടക്കം ആജ്ഞാപിക്കുമ്പോൾ, അല്ലെങ്കിൽ അവർ പ്രഖ്യാപിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കുന്നത് 28-കാരിയായ പാവം യുവതി എത്രയോ കാലം ആ അമ്മയോടൊപ്പം ഭർത്താവിനോടൊപ്പം ജീവിക്കേണ്ട, സ്വന്തം കുഞ്ഞിനോടൊപ്പം ജീവിക്കേണ്ട ഒരു യുവതിയുടെ ജീവൻ പോലും നഷ്ടപ്പെടുത്തുന്ന രീതിയിലാണ് ഇവിടുത്തെ ഡോക്ടർമാർ പ്രവർത്തിക്കുന്നത്.